അവർക്കുമുണ്ട് അവകാശങ്ങൾ, പ്രതികൾക്കുണ്ട്. ദിലീപ് അനുഭവിച്ച വേദന എൻ്റെ ക്ലാസ്മേറ്റാണ്, എനിക്കറിയാം കറക്റ്റായിട്ട്. അവന് ഒരിക്കലും ഇല്ല. തെറ്റ് ചെയ്തെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ. കഴിഞ്ഞ എട്ട് വർഷക്കാലം ഈ ട്രോമയിലൂടെയല്ലേ പ്രതികളും കടന്നു പോയിരിക്കുന്നത്. അല്ല അവർ അക്യൂറ്റ് ചെയ്തപ്പെട്ടപ്പോൾ ഇത്രമാത്രം പ്രൊവോക്കേറ്റഡ് ആവേണ്ട കാര്യം തിരിക്കണു. പ്രതികളല്ല എന്നുള്ളവരെ വെറുതെ വിടും. അത് നിയമമല്ലേ. നീതിയുക്തമായ വിധി തന്നെയാണ് നടപ്പായിരിക്കുന്നത്. അതിൽ യാതൊരു മാറ്റവും ഇല്ല. ഇത് ഒരു സ്ത്രീ സമൂഹത്തെ മാത്രം പരാജയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിധി. അതായത് ഇതൊരു സ്ത്രീയുടെ വിഷയം. ഇതുപോലെ തന്നെയുള്ള ഒരു ട്രോമയിലൂടെയാണ് പ്രതികളും കടന്നു പോയിരിക്കുന്നത്. ഈ സ്ത്രീപക്ഷത്ത് മാത്രം നിന്ന് വാദിച്ചാൽ ശരിയാവുമോ? പ്രതികൾക്ക് അവകാശങ്ങളില്ലേ? അവകാശങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. ഈ 8 വർഷവും ദിലീപ് അനുഭവിച്ച വേദന എൻ്റെ ക്ലാസ്മേറ്റാണ്, എനിക്കറിയാം കറക്റ്റായിട്ട്. ദിലീപിനെ കറക്റ്റായിട്ട് എനിക്കറിയാം. അവൻ ഇങ്ങനത്തെ ഒരു വൃത്തികേടിൽ ചെന്ന് ചാടുന്ന ആളല്ല. അപ്പോൾ പുരുഷന്മാർക്ക് ഇവിടെ നീതി കിട്ടേണ്ടതുണ്ട്. അവൻ എന്ത് തെറ്റ് ചെയ്തു ഇവർ പറയണത്? അങ്ങനെയാണെങ്കിൽ കോടതിയും നിയമസംഹിതയും നമുക്ക് ആവശ്യമുണ്ടോ? ഒരിക്കലും ഇല്ല. തെറ്റ് ചെയ്തെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ. കഴിഞ്ഞ 8 വർഷക്കാലം ഈ ട്രോമയിലൂടെയല്ലേ പ്രതികളും കടന്നു പോയിരിക്കുന്നത്. അല്ല അവർ അക്യൂറ്റ് ചെയ്തപ്പെട്ടപ്പോൾ ഇത്രമാത്രം പ്രൊവോക്കേറ്റഡ് ആവേണ്ട കാര്യം തിരിക്കണു. ഇല്ല, ഡയറക്റ്റ് എവിഡൻസ് ഉണ്ടെങ്കിലേ കോടതിക്ക് ശിക്ഷിക്കാൻ പറ്റുള്ളൂ. അവർക്ക് അതിനുള്ള മോട്ടീവ് ഉണ്ടായിരിക്കണം. മോട്ടീവ് ഇല്ലാത്തടത്തോളം കാലം കോടതിക്ക് എങ്ങനെ ഇത് ഡയറക്റ്റ് എവിഡൻസ് ഇല്ല. അത് അവർ തീരുമാനിക്കട്ടെ. അത് പ്രതികളാണെന്ന് കാണുന്നവരെയല്ലേ ശിക്ഷിക്കുള്ളൂ കോടതി. പ്രതികളല്ല എന്നുള്ളവരെ വെറുതെ വിടും. അത് നിയമമല്ലേ. നീതിയുക്തമായ വിധി തന്നെയാണ് നടപ്പായിരിക്കുന്നത്. അതിൽ യാതൊരു മാറ്റവും ഇല്ല. അവർക്കുമുണ്ട് അവകാശങ്ങൾ, പ്രതികൾക്കുണ്ട്. എൻ്റെ ഖലീഖുസമാൻ. ഈ അമ്മ സംഘടനയിൽ നിന്ന് ദിലീപേട്ടനെ തിരിച്ചെടുക്കണം. അത് മാത്രമേ ഉള്ളൂ പറയാനുള്ളത്. ഇതൊരിക്കലും ഒരു മോശമായ വിധിയാണെന്ന് പറയാൻ പറ്റില്ല. കോടതിയെ നമ്മൾ കുറ്റപ്പെടുത്തുന്ന രൂപത്തിലാണ് നേരത്തെ കടന്നുപോയ വക്കീൽ പറഞ്ഞത്. അതെങ്ങനെ ശരിയാവുക? കോടതി വിവിധ വശങ്ങൾ പഠിച്ച് ഇത്രയും കാലം എടുത്തിട്ടാണ് വിധി പറയുന്നത്. അപ്പോൾ കോടതിക്ക് വലിയ വീഴ്ച വന്നെന്ന് നമ്മൾ അങ്ങനെ പുറത്തിറങ്ങി നിന്നിട്ടൊരു വക്കീൽ ചുമ്മാ അങ്ങോട്ട് വിളിച്ച് പറയാന്ന് പറയുന്നത് എന്ത് ഒരു മാന്യതയാണത്? ഇന്ന് ദിലീപേട്ടൻ കരയണമെന്ന് അമ്പലത്തികളൊന്നും. അപ്പോൾ ആ മനുഷ്യൻ്റെ അർത്ഥം എന്ത് ആയിക്കൊന്നും അറിയാലോ. ഒരു ശരിയായൊരു നടപടിക്രമമല്ല. ഖലീഖുസമാൻ അല്ല, വിധി വളരെ വ്യക്തമായിട്ടുള്ള കാര്യം.